പാർലമെന്റിലും നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ ഇത്തവണ പാർലമെന്റിൽ അവതരിപ്പിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും തീർപ്പായിട്ടില്ല. നേരത്തെ 106 ഭരണഘടനാ ഭേദഗതിയായിട്ട് ഇത്തരത്തിലൊരു ബില്ല് സർക്കാർ ഏപ്രിലിൽ കൊണ്ടുവരികയായിരുന്നു. അത് പരാജയപ്പെടുകയായിരുന്നു. കാരണം 2/3 ഭൂരിപക്ഷം അതിന് ലഭിച്ചില്ല. ഇപ്പോൾ 133 ഭരണഘടനാ ഭേദഗതിയായിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. അങ്ങനെ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് ജയിക്കാൻ കഴിയുമോ എന്നുള്ളൊരു വിഷയമാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായി നിൽക്കുന്നത് DMK ആണ്. തമിഴ്നാട്ടിലെ 22 പാർലമെന്റ് അംഗങ്ങളുള്ള പാർട്ടിയാണ് DMK. അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്, MK സ്റ്റാലിൻ, തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വ്യക്തമാക്കിയിരിക്കുന്നത് കോൺഗ്രസ് വിരുദ്ധ നിലപാട് സ്വീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് വിരുദ്ധ നിലപാട് സ്വീകരിക്കും എന്ന് പറയുന്ന സമയത്ത് കോൺഗ്രസ് പരസ്യമായിട്ട് ഈ ബില്ലുകളെയൊക്കെ എതിർക്കുമെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് FCRA ഭേദഗതി ബില്ലാണെങ്കിലും ഇനി അഥവാ വനിതാ സംവരണ ബിൽ കൊണ്ടുവരികയാണെങ്കിൽ അതിനെയുമൊക്കെ, അതേപോലെ തന്നെ വന്ദേ മാതരത്തെ അപമാനിക്കുന്നത്, ക്രിമിനൽ കുറ്റമാക്കുന്ന ബില്ല്, അങ്ങനെ നിരവധി ബില്ലുകളാണ്. ഈ ബില്ലുകളെയൊക്കെ തന്നെ തങ്ങൾ എതിർക്കുമെന്ന് കോൺഗ്രസ് ഇന്നലെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ സമയത്താണ് കോൺഗ്രസിന് എതിരായ നിലപാട് സ്വീകരിക്കും എന്ന് DMK പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും DMK BJPക്ക് പിന്തുണ നൽകുമോ എന്ന സൂചനയാണ്, അല്ലെങ്കിൽ എന്ന ഒരു സംശയമാണ് പലരും പ്രകടിപ്പിക്കുന്നത്. കാരണം 230 വോട്ടാണ് എതിരായിട്ട് ലഭിച്ചതെങ്കിൽ പോലും 298 വോട്ട് നേടിയിട്ടും BJPക്ക് ബില്ല് പാസ്സാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം 2/3 ഭൂരിപക്ഷം ഇല്ല എന്നുള്ളതായിരുന്നു. 2/3 ഭൂരിപക്ഷം വേണമെങ്കിൽ 362 പേരുടെ പിന്തുണ BJPക്ക് ആവശ്യമാണ്. നേരത്തെ തൃണമൂൽ കോൺഗ്രസ് എന്നുള്ള ചില അംഗങ്ങൾ രാജിവെച്ച് വന്നിരുന്നു. അതേപോലെ തന്നെ ലോക്സഭയിലാണെങ്കിൽ ശിവസേനയുടെയും അതേപോലെ തന്നെ NCPയുടെയൊക്കെ കൂടുതൽ അംഗങ്ങളുടെ പിന്തുണ BJPക്ക് കിട്ടും. അതേപോലെ തന്നെ തൃണമൂൽ എന്നുള്ള വിഘടിത ഗ്രൂപ്പിന്റെ പിന്തുണ കിട്ടും. പക്ഷേ ഇതുകൊണ്ട് മാത്രം BJPക്ക് 362 എത്താൻ കഴിയില്ല. പക്ഷേ DMK കൂടി പിന്തുണയ്ക്കുകയാണെങ്കിൽ വനിതാ ബില്ല് പാസ്സാക്കാൻ കഴിയും. അങ്ങനെ ബില്ല് പാസ്സാക്കുകയാണെങ്കിൽ പ്രതിപക്ഷത്തിന് അത് ഏറ്റവും വലിയൊരു അടിയായിരിക്കും. DMKയെ സംബന്ധിച്ചിടത്തോളം DMK തമിഴ്നാട്ടിലെ രാഷ്ട്രീയം കേന്ദ്രീകരിച്ചാണ്. മുമ്പും അവർ BJP നേതൃത്വത്തിലുള്ള മുന്നണിയിൽ അവർ ഉണ്ടായിരുന്നു. വാജ്പേയി പ്രധാനമന്ത്രിയായ സമയത്ത് DMKയുടെ മന്ത്രിമാർ കേന്ദ്ര മന്ത്രിസഭയിലുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കോൺഗ്രസ് അനുകൂല നിലപാടുകളാണ് DMK സ്വീകരിച്ചിരുന്നത്. തമിഴ്നാട്ടിൽ DMK കോൺഗ്രസിന് വാരിക്കോരി സഹായം ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ട് പോലും അവസാന നിമിഷം, അതായത് TVK തെരഞ്ഞെടുപ്പിൽ ജയിച്ച സമയത്ത് TVKയുടെ കൂടെ പോവുകയാണ് ജോസഫ് വിജയുടെ കൂടെ, മുഖ്യമന്ത്രി ജോസഫ് വിജയുടെ കൂടെ പോവുകയാണ് കോൺഗ്രസ് ചെയ്തത്. അതേ തുടർന്ന് കോൺഗ്രസ് തങ്ങളെ വഞ്ചിച്ചു, തങ്ങളെ ചതിച്ചു എന്നാണ് DMK ഇപ്പോൾ പറയുന്നത്. സ്റ്റാലിൻ അങ്ങനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ദേശീയ തലത്തിൽ കോൺഗ്രസിനെതിരായിട്ട് നീക്കമായിട്ട് വരികയാണെങ്കിൽ പാർലമെന്റിൽ ഇനി അഥവാ ബിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ, വനിതാ സംവരണ ബിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ DMK ആ ബില്ലിനെ പിന്തുണച്ചേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ BJPക്ക് എളുപ്പത്തിൽ ആ ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാക്കിയെടുക്കാനും കഴിയും. കാരണം ഇപ്പോഴുള്ള കഴിഞ്ഞ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന അന്തരീക്ഷം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ്. കാരണം ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ തന്നെ കോൺഗ്രസിനുണ്ടായ തിരിച്ചടി, ആ തിരിച്ചടി DMK കൂടി തങ്ങളുടെ പക്ഷത്തേക്ക് കൂടി കൊണ്ടുവന്ന് അനുകൂലമാക്കാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അവർക്കത് ബില്ല് പാസ്സാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ബില്ല് പാസ്സാക്കി എടുക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനും ദേശീയ തലത്തിലെ പ്രതിപക്ഷ കക്ഷികൾക്കും അതൊരു ശക്തമായ അടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.